ഇത് മൂക്കന്നൂരുള്ള തോമസ് ഏട്ടൻ. മൂക്കന്നൂർ പഞ്ചായത്തുകാരനായിരുന്നിട്ട് കൂടി തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ കർഷക പ്രതിഭ പുരസ്കാരം നേടിയ കർഷകനാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് തോമസ് ഏട്ടനെ കുറിച്ച് അറിഞ്ഞത്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആളുടെ സഹോദരിയെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് എൻ്റെ തറവാട് വീടിൻ്റെ തൊട്ടടുത്താണ്. നാട്ടുകാരനും പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള കെ പോളിയാണ് തോമസ് ഏട്ടൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരുന്നത്. തോമസ് ഏട്ടൻ്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തോമസ് ഏട്ടന് ലഭിച്ച അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ആളെ നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ഞാൻ തോമസ് ഏട്ടനെ കോൺടാക്ട് ചെയ്ത് തോമസ് ഏട്ടൻ്റെ കൃഷിയിടങ്ങൾ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മൂക്കന്നൂർ പഞ്ചായത്തിലും കറുകുറ്റി പഞ്ചായത്തിലുമായിട്ട് 4-5 സ്ഥലങ്ങളിൽ എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്യുന്നുണ്ട് തോമസ് ഏട്ടൻ. എല്ലാ തരത്തിലുള്ള പച്ചക്കറിയും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ തരത്തിലുള്ള പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. വാഴ, വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ, പാവയ്ക്ക, പടവലം മുതലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പച്ചക്കറിയും ആള് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിത്തോട്ടത്തിൽ ചെന്ന സമയത്ത് കണ്ട കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ നിൽക്കുന്ന മഞ്ഞപ്പൂക്കള്, ജമന്തി പൂക്കള്. ഞാൻ ആളോട് ചോദിച്ചു, ഈ പൂവിൻ്റെ കൃഷിയും കൂടി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, മഞ്ഞപ്പൂക്കള് കീടങ്ങളെ ആകർഷിക്കും. അങ്ങനെ നമ്മൾ മഞ്ഞപ്പൂക്കൾ കൃഷിഭൂമിയിൽ വച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാർഷിക വിളകൾ കീടങ്ങൾ ഇല്ലാതെ, കീടനാശിനി ഉപയോഗിക്കാതെ കീടങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവായിരുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതൊരു പുതിയ അറിവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആ ഒരു മഞ്ഞപ്പൂക്കൾ വെച്ച് പിടിപ്പിച്ചത്. പക്ഷേ ഓണത്തിൻ്റെ സമയമൊക്കെയാണ് അടുക്കുന്നത്. ആ മഞ്ഞപ്പൂക്കൾ വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ കിലോന് 250 രൂപ 300 രൂപയൊക്കെ വിലയുണ്ട് ആ പൂക്കൾക്ക് എന്നാണ് തോമസ് ഏട്ടൻ പറഞ്ഞത്. തോമസ് ഏട്ടൻ്റെ 2-3 കൃഷിയിടങ്ങൾ ഞാൻ പോയി സന്ദർശിച്ചു. ഏതാണ്ട് 1200-ലധികം വാഴകൾ സമീപ പ്രദേശങ്ങളിൽ 3-4 ഇടങ്ങളിലായിട്ട് തോമസ് ഏട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഈ കൃഷി എന്ന് പറയുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളെ സംബന്ധിച്ച് ആരും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. പണ്ട് കാലത്ത് കൃഷി പ്രധാന വരുമാനമായിട്ട് കൃഷി മാത്രം ഫോക്കസ് ചെയ്തിരുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് പരിചയമുള്ള നിരവധി ആളുകൾ നാട്ടിലുണ്ടായിരുന്നു. അന്നത്തെ ആ കൃഷിക്കാർ തന്നെയാണ് ഇപ്പോഴും കർഷകരായിട്ടുള്ളത്. യുവാക്കളായിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ കൃഷിയിലേക്ക് തിരിയുന്നത് വളരെ കുറവാണ്. വളരെ കൗതുകരമായിട്ടുള്ളൊരു വാർത്ത കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കേട്ടിരുന്നു. നമ്മുടെ നാട്ടിൽ പണിക്ക് വന്ന ഒരു ബംഗാളി അങ്കമാലി നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളായിട്ട് 50 മലയാളികളെ വച്ചിട്ട് കൃഷിഭൂമിയിൽ പണിയെടുപ്പിക്കണു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറമേ നിന്ന് കൺസ്ട്രക്ഷൻ പണിക്ക് വന്ന ഒരു ബംഗാളിയാണ്. ഇവിടെ വാഴക്കൃഷി മുതലുള്ള എല്ലാ പച്ചക്കറി കൃഷിയും തോട്ടങ്ങൾ പാട്ടത്തിനെടുത്ത് ചെയ്യാണ്. 50-ലധികം മലയാളികൾ ഇയാളുടെ തൊഴിലാളിയായിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് അത്രയും സാധ്യതയുള്ളൊരു മേഖലയാണ്, കൃഷിക്ക് അത്രയും സാധ്യതയുള്ളൊരു മണ്ണാണ് നമ്മളുടെ നാട്ടിലുള്ളത്. പലപ്പോഴും പല ആളുകളും നമ്മളുടെ ചുറ്റിലുള്ള അവസരങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തോമസ് ഏട്ടൻ ഈ ഒരു കൃഷിപ്പണി കൂടെയാണ് തോമസ് ഏട്ടൻ്റെ മക്കളെ പഠിപ്പിച്ചത്. മക്കൾ രണ്ടുപേരും വിദേശത്താണ് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ. നല്ല രീതിയിൽ കൃഷി ചെയ്താലും നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളതിനൊക്കെ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തോമസ് ഏട്ടൻ. തോമസ് ഏട്ടൻ്റെ വാഴത്തോട്ടത്തിൽ ചെന്ന സമയത്ത് ഒരു വാഴക്കൊല വെട്ടി എനിക്ക് തന്നു വിട്ടായിരുന്നു. ഞാനത് പോകുന്ന സമയത്ത് അബുദാബിക്ക് കൊണ്ടുവരികയും ചെയ്തു. അബുദാബിയിൽ വന്ന് ഞാനത് പടല തിരിച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. 2-3 പടല പഴമായി തുടങ്ങിയിട്ടുണ്ട്. അത് പഴുക്കുന്നതനുസരിച്ച് ഇനി പഴംപൊരിയും പഴം കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ളതാണ്. യുവാക്കളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവസരങ്ങളില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളെ നാട്ടിൽ ചിലപ്പോൾ കാണാറുണ്ട്. കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരങ്ങൾ നൽകാനായിട്ട് നമ്മുടെ സമൂഹം തയ്യാറല്ല എന്നുള്ളതാണ്. കർഷകരെയാണ് ശരിക്കും നമ്മൾ ആദരിക്കേണ്ടതും കർഷകരെയാണ് ബഹുമാനിക്കേണ്ടതും. കർഷകരെ എല്ലാ സ്ഥലങ്ങളിലും തഴയപ്പെടുന്ന, ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ കർഷകർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന തരത്തിലുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പല പദ്ധതികളും വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തോമസ് എന്നെ പോലുള്ള കർഷകർ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് പ്രചോദനമാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെയാണ് നമ്മൾ ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. മൂക്കന്നൂർ പഞ്ചായത്ത് നിവാസിയായിരുന്നിട്ട് കൂടി മൂക്കന്നൂർ പഞ്ചായത്തിലും കറുകുറ്റി പഞ്ചായത്തിലൊക്കെ നിരവധി ഇടങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഒരു മികച്ച കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം നേടിയ തോമസ് ഏട്ടന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെയുള്ള കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. യുവാക്കളായിട്ടുള്ള ആളുകൾ ജോലിയും കൂലിയും ഒന്നുമില്ല, അവസരങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ കൃഷി ചെയ്തിട്ടായാലും അന്തസ്സായിട്ട് ജീവിക്കാം എന്നുള്ളതിനൊക്കെ ഏറ്റവും വലിയ ഒരു തെളിവാണ് തോമസ് ഏട്ടനെ പോലുള്ള ആളുകൾ. തോമസ് ഏട്ടന്
പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അടുത്ത തവണ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഇരട്ടി ഭൂമിയിൽ കൃഷി ചെയ്യാനായിട്ട് തോമസ് ഏട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.